നമസ്കാരം. നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം എന്ന ഈ ദൃശ്യവിരുന്നിലേക്ക് ഒരിക്കൽ കൂടി നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് വിശേഷങ്ങളേറെയുള്ള ഒരു വ്യക്തിയുമായാണ് ഇന്നത്തെ നാട്ടിൻപുറം നിങ്ങളുടെ വീട്ടിലേക്ക് എത്തുന്നത്. ധാരാളം കവിതകളും നാടൻ പാട്ടുകളും അതുപോലെ തന്നെ ഒരുപാട് കവിതകൾ എഴുതിയ തിത്തിക്കുട്ടി ടീച്ചർ അമ്പലപ്പാറ എന്ന മഹത് വ്യക്തിയെയാണ് ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത്. ടീച്ചറെ പറ്റി പറയുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയുവാനുണ്ട്. കാരണം ധാരാളം കവിതകൾ സാധാരണ ഭാഷയിൽ, സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ എഴുതുന്ന ടീച്ചറെ നമുക്ക് ഇന്നത്തെ നാട്ടിൻപുറത്തിലൂടെ പരിചയപ്പെടാം. അതുപോലെ തന്നെ ടീച്ചർക്ക് കൂടുതൽ ഉയരങ്ങളിലെത്താൻ ഈ നാട്ടിൻപുറം സഹായകമാകട്ടെ എന്ന് പ്രാർത്ഥനയോടുകൂടി ടീച്ചറെ നാട്ടിൻപുറത്തിലേക്ക് ക്ഷണിക്കുക. നമസ്കാരം. അപ്പൊ ടീച്ചർ തിത്തിക്കുട്ടി ടീച്ചർ, വീട് അമ്പലപ്പാറ. അതെ. ഒരുപാട് ഇങ്ങനെ കവിതകൾ എഴുതിയിട്ടുണ്ട്, അതുപോലെ തന്നെ പാട്ടുകൾ, മുസ്ലിം ഗാനങ്ങൾ ഒരുപാട് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ നമുക്ക് സാധാരണക്കാരന് മനസ്സിലാകുന്ന പോലെ തന്നെ. പ്രത്യേകിച്ച് ഞാൻ എടുത്തു പറയാൻ കാരണം എന്താ വെച്ചാൽ, പല കവികളുടെയും എഴുതിയത് വളരെ കഠിനമേറിയ പദങ്ങൾ, അതേപോലെ വളരെ ടഫായത്, അങ്ങനെയൊക്കെ വരാറുണ്ട്. അപ്പൊ ഇതങ്ങനെയൊന്നല്ല, വളരെ സാധാരണക്കാരന് മനസ്സിലാവുന്ന, അതേപോലെ വളരെ നല്ല തത്വജ്ഞാനങ്ങളൊക്കെ ലളിതമായി പറഞ്ഞ പല കവിതകളും ഇതിൽ കണ്ടു. അപ്പോൾ അതിൽ ഒരുപാട് കവിതകൾ ഇപ്പോൾ പുതിയ പുസ്തകം ഇറങ്ങാൻ പോകുന്നുണ്ട്. അപ്പൊ നമുക്കൊരു കവിത ചൊല്ലി തുടങ്ങിയാലോ? എല്ലാ നിലയിലും അയോഗ്യയായ ഞാൻ, എനിക്ക് യോഗ്യത ഉണ്ടെന്ന് തോന്നിയ അധ്യാപന വൃത്തിയില്ല. എൻ്റെ കുട്ടികളുടെ മുന്നിൽ എനിക്ക് പലപ്പോഴും ബോധ്യപ്പെടും. അത് എനിക്ക് ഒരു മനസ്സിലൊരു സാറ്റിസ്ഫാക്ഷൻ തന്നിട്ടുണ്ട്. അതിൽ ഞാൻ ചിലപ്പോൾ അഭിമാനിച്ചിട്ടുണ്ടോയെന്ന് എനിക്ക് തോന്നാറുണ്ട്. പക്ഷെ അത് ആ അഭിമാനവും നിരർത്ഥമാണെന്ന്, അതിലും എനിക്ക് യോഗ്യത ഇല്ല എന്ന് ബോധ്യപ്പെട്ടൊരു നിമിഷത്തിലാണ് ഞാൻ അയോഗ്യ എന്ന കവിത എഴുതിയത്. എൻ്റെ വീടിൻ്റെ മുന്നിൽ നിൽക്കുന്ന ഒരു കൊന്നയാണ് അതിലെ കഥാപാത്രം. ആ കൊന്ന പൂത്ത് നിൽക്കുന്നത് കണ്ടപ്പോൾ ഒരു മേടമാസത്തിലുമാണ്. മേടപ്പുലരിയിൽ അന്നൊരു നാളിലൻ മുറ്റത്ത് ഏകാകിനിയായി നിൽക്കേ കണ്ടു ഞാൻ വീടിനരികത്തു നിൽക്കുന്ന കൊന്നയൊരുക്കിയ പുഷ്പഹാരം. യാതൊരലങ്കാരബോധവുമില്ലാത്ത യാമിനി പോലുള്ളോരീ ചെടിയിൽ ഇന്നലെയോളവും കണ്ടില്ല ഞാനതിൻ തണ്ടുലഞ്ഞാത്തമാം വൈഭവങ്ങൾ. എന്തൊരഴകിൽ ചമച്ചു ജഗദീശൻ ചന്തമെഴുന്നൊരീ ചന്ദ്രഹാരം. ഹന്ത ഞാനങ്ങനെ അന്തിച്ചു നിൽക്കേ എന്നന്തരംഗത്തിൽ ഒരാന്തോളനം. എത്രയോ സൗന്ദര്യധാമങ്ങൾ ഈ വീടിൻ മുറ്റത്തിറമ്പിൽ നിരന്നു നിൽപ്പൂ. നിത്യം നനച്ചും കുളിച്ചും മധുരാപുരിയിലെ വാസവദത്തെ പോലെ. എന്നിട്ടും ഈ നിർഗുണ പരബ്രഹ്മത്തെ മംഗല്യയാക്കിയതെന്തിനാവോ? തങ്കത്തെ വെല്ലും മനോജ്ഞമാമിമ്മണിത്താലി ചാർത്തേണ്ടുന്നതീകളമോ? വങ്കത്തം തന്നെ അസൂയ പരിഷത്തൻ ചെങ്കനൽ കണ്ണോ തിളങ്ങിയുള്ളിൽ. പെട്ടെന്നു സങ്കുചിതത്വമാർന്നു അക്ഷണം ഞെട്ടിത്തെറിച്ച് അപരാധേഷുവായി. സൃഷ്ടിയെ ഭത്സിക്കുവാനാരു ഞാൻ,
സൃഷ്ടികർത്താവിൻ യുക്തി അതാർക്കറിയാം. യോഗ്യത നിശ്ചയിക്കേണ്ടതൊരുത്തന് ബാഹ്യമായിട്ടെങ്കിലെന്റെ യാത്ര തണവരാരുള്ളൂ മണ്ണിലെന്നോർത്ത് ഞാൻ നാണമാർന്ന് ആകുലം നിന്നുപോയി. കഷ്ടം ഹാ ദോഷൈകദൃക്കിവൾ, കഷ്ടം ഹാ ദോഷൈകദൃക്കിവൾ, ഇന്നോളം നേടിയതൊക്കെയും ജാലവിദ്യ. നഷ്ടമായി തീർന്നെന്റെ ജീവിതം, നഷ്ടമായി തീർന്നെന്റെ ജീവിതം, ഈ കാലമത്രയും നൽകിയത് അന്ധവിദ്യ. ഈ പ്രപഞ്ചത്തെ പടച്ച വിദഗ്ധനാമുപാരധീശന്റെ വൈഭവത്തെ ആരു കണ്ടാലും കൊതിച്ചു പോം, ആരു കണ്ടാലും കൊതിച്ചു പോം. ഈ താലിമാല കൊരുത്ത കരവിരുതിൽ ദർശിക്കേ ഭക്തിയാലൻ മനക്കുമ്പിൾ, ഭക്തിയാലൻ മനക്കുമ്പിൾ ചെരിഞ്ഞുപോയി കണ്ണിലുറവയൂറി. ഇതിൽ തന്നെ ഇപ്പൊ ആധുനിക കാലഘട്ടത്തില് മിക്കവാറും അയോഗ്യരായ പലരും പറയണത് അവർ യോഗ്യരാണ്. എന്നിട്ട് യോഗ്യതയുടെ മുഖംമൂടിയും ധരിച്ചിട്ടാണ് അവർ നടക്കുന്നത്. ഈ ഞങ്ങളെയൊക്കെ സംബന്ധിച്ചപ്പോൾ ടീച്ചർ വളരെ യോഗ്യത ഉണ്ടായിട്ടും ടീച്ചറെ തന്നെ പറയുന്ന അയോഗ്യയാണ്. അപ്പൊ അതൊരു ലാളിത്യം എന്നുള്ളതിലും താഴെയായിട്ട് ഞങ്ങൾക്ക് കാണാനേ പറ്റില്ല. അതൊരു ടീച്ചറുടെ ലാളിത്യം. അപ്പൊ അതുപോലെ തന്നെ ടീച്ചർ നമ്മുടെ സ്കൂളിലും അതുപോലെ പഠിപ്പിക്കുമ്പോൾ തന്നെ ചില പാട്ടുകളും ഒക്കെ കുട്ടികൾക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്നു എന്നും. അപ്പൊ അതൊക്കെ എങ്ങനത്തെ തരായിരുന്നു? ഇപ്പൊ എണ്ണൽ പാട്ടുകൾ തന്നെ, അങ്ങനത്തെ എണ്ണൽ പാട്ടുകൾ പോലത്തെ അത് പറയാച്ചപ്പോ എനിക്ക് ഒരു അക്ഷരം കൊണ്ട് കളിക്കാനുള്ള ഒരു അവസരം തന്നിട്ട് ഞാൻ പറയുകയാണെങ്കിൽ എന്നെ അക്ഷരം കൊണ്ട് എന്നെയുള്ളൊക്കെ അങ്ങോട്ട് പിടിച്ചു വലിച്ചെടുത്തിട്ട് എനിക്ക് അക്ഷരം തന്നിട്ട് അതിൽ അക്ഷരത്തൊട്ടിൽ താരാട്ടി അക്ഷരം കൊണ്ട് എന്നെ താലോലിച്ച്, അതുകൊണ്ട് എന്നെ ഇങ്ങനെ പിടിച്ചു നിർത്തി. അല്ലെ എനിക്ക് നിൽക്കാൻ കഴിയില്ലായിരുന്നോ തോന്നും. ഒരു തന്ത്രമായിരുന്നു അതെന്നെ നിർത്താനുള്ള ഈ അക്ഷരം തന്നിട്ടെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതെനിക്ക് ക്ലാസ്സിലൊക്കെ നിമിഷം കൊണ്ട് പറയാനുള്ള നമുക്ക് പറയാനുള്ള ആശയത്തെ ലളിതമായിട്ട് കുട്ടികൾക്ക് വേഗം ഗ്രാഹ്യമാകുന്ന വിധത്തിലാണ് എനിക്ക് പറയാം. മാപ്പിളപ്പാട്ടുകളും നാടൻ പാട്ടുകളൊക്കെ ഉപകരിച്ചിട്ടുണ്ട്. DPP വന്ന കാലത്ത് 20 വരെ താഴേക്കും മേലേക്കും എണ്ണാനായിരുന്നു 1ാം ക്ലാസ് പഠിപ്പിക്കേണ്ടിയിരുന്നു. 25 കൊല്ലം 1ാം ക്ലാസ്സിലെ പഠിപ്പിച്ച് 31 വർഷത്തെ ഇടയ്ക്ക്. അത് 1 മുതൽക്ക് 20 വരെ താഴോട്ടും മേലോട്ടും എണ്ണാൻ ഞാൻ ഒരു മാപ്പിളപ്പാട്ടാണ് ഉപയോഗിച്ചത്. മാപ്പിളപ്പാട്ടിന് പ്രത്യേകിച്ച് മറ്റുള്ളവരിലേക്ക് ആശയം വേഗം കൊടുക്കാനുള്ള ഒരു കഴിവുണ്ട്. ആ ഈണവും അതിൻ്റെ വാക്കുകളും. അപ്പോൾ അത് ചൊല്ലാ കുട്ടികളോ നമ്മൾ പറയാതെ തന്നെ അവരതിൻ്റെ കൂടെ കൂടും. ഒരു ഉദാഹരണം പറയാച്ചാൽ 1 മുതൽക്ക് 20 വരെ എണ്ണാനല്ലേ പറഞ്ഞേ, അത് ചൊല്ലാം. എണ്ണുക നിങ്ങൾ 1 മുതൽക്ക് 20 വരെ മേലോട്ടെണ്ണുക, തെറ്റുവരുത്താതെണ്ണുക കുട്ടികളെ. രസകരമായിട്ടൊരു മാപ്പിളപ്പാട്ടിൻ ഈശലൊഴുകട്ടിവിടെ. ഒന്നീനോടോരോന്നായി കൂട്ടി കൂട്ടി മേൽപോട്ടെണ്ണ 1, 2, 3, 4 എന്നിങ്ങനെ. പിന്നെ 5, 6, 7, 8 എന്നിങ്ങനെ എണ്ണാം. വീണ്ടും 9, 10, 11, 12, 13, 14, 15, 16, പിന്നെ 17, 18, 19, 20. ഇനി നമ്മൾക്കിതുപോലെ എണ്ണാം 20 മുതൽ താഴോട്ടേക്ക് ഓരോന്നായി കുറച്ചിട്ടൊന്നു വരേക്കും കുട്ടികളെ.
ചൊല്ലു 20, 19, 18, 17, 16, 15, 14, 13, 12, 11, 10, 9, 8, 7 എന്നും 6, 5, 4, 3, 2, 1 എന്നും നമുക്ക് ഒരുപാട് ഈ ദൈവം തന്ന കഴിവ് എനിക്ക് ഒരുപാട് ക്ലാസ്സുകളിൽ എനിക്ക് സാർത്ഥകമായിട്ട് ഉപയോഗിക്കാൻ ദൈവം തന്നെ അവസരം തന്നു എനിക്ക് പറയാനുള്ളൂ. അതുപോലെ ഇപ്പം മഴ പെയ്യുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, നമ്മളിപ്പോൾ ജലാശയങ്ങളിലെ വെള്ളമൊക്കെ അങ്ങനെ പോണു, അതിപ്പോൾ താന്ന ക്ലാസ് ആകുമ്പോൾ ചെറിയൊരു ആശയം ഉണ്ടാവുന്നുള്ളൂ, എങ്കിലും അത് എനിക്ക് കവിതയിൽ കൂടെ സംശീകരിക്കാൻ കഴിഞ്ഞത് വേണമെങ്കിൽ ഞാൻ പറയാം. ഭൂമിയിലുള്ള ജലാശയങ്ങൾ വെയിലേറ്റു ചൂടു പിടിച്ചിടുമ്പോൾ വെള്ളം നീരാവിയായി മാറിടുന്നു, മേലോട്ടുയരത്തിൽ പൊങ്ങിടുന്നു. മേലോട്ടുയർന്ന നീരാവിയാകെ ഒന്നിച്ചു ചേർന്നു മേഘങ്ങളാകും. മേഘങ്ങൾ പിന്നെ തണുത്തിടുമ്പോൾ മഴയായി പെയ്തിറങ്ങുന്നു മണ്ണിൽ. മഴയില്ല എങ്കിൽ ചെടികളില്ല, ചെടികളില്ലെങ്കിൽ മനുഷ്യരില്ല. ഏത് വരികളുണ്ടൊക്കെ അത് അത്ര ഓർമ്മയില്ല. അതുപോലെ തന്നെ ഇപ്പോ മാപ്പിളപ്പാട്ടൊക്കെ ഇങ്ങനെ എഴുതാറില്ലേ? അതും കൂടി ഒന്നിങ്ങനെ പാടിയാലോ? ഒരു ആകാശത്ത് ഒരു നക്ഷത്രങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു നിലാവുള്ള രാത്രി, ഒരു പൂർണ്ണ ചന്ദ്രനുമായിട്ട്. അത് ഞാൻ പഞ്ചായത്തിൻ്റെ ഒരു കവിതാ ക്യാമ്പ് ഉണ്ടായി, സാഹിത്യ ക്യാമ്പ്. അതിൽ കുട്ടികൾക്ക് വിഷയം കൊടുത്താണ്, ഞാനായിരുന്നു അതിൻ്റെ മോഡറേറ്റർ. അപ്പോൾ അതിന് വിഷയം കൊടുത്തപ്പോൾ ഞാൻ അവിടെ എഴുതിയെന്നേ ഉള്ളൂ. 2 വിഷയം കൊടുത്തു, ഏതാ വേണ്ടത് എഴുതാൻ പറഞ്ഞു. ഞാൻ 2ലും ഓരോ എഴുതി. അപ്പോൾ എനിക്ക് തോന്നി ഒന്ന് മാപ്പിളപ്പാട്ട് ഇരിക്കട്ടെ എന്ന്. അപ്പോൾ രാത്രിയിലെ നിക്കാഹ് എന്നാണ്. പണ്ടൊക്കെ രാത്രിയിലായിരുന്നല്ലോ നിക്കാഹ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതാണ്. അമ്പിളിക്കൊരു കല്യാണം അമ്പരപ്പൂന്തോപ്പിൽ അമ്പവൻ നടത്തുകയാണിമ്പമോടിരാവിൽ. ചേലിലൊരു പന്തലിട്ടു തൂക്കിയാലുകൾ, ചേലെഴുന്ന പെൺകൊടികൾ ഒത്തുകൂടിരാവിൽ. മുത്തുകൾ തുന്നിപ്പിടിപ്പിച്ചുള്ള മേലാപ്പിന്മേൽ മുന്തിയ ചിത്രങ്ങൾ എത്രയോ വരച്ചു ചേർത്തു. പാലൊളി തൂകും വധു വണഞ്ഞുമെല്ലെ വ്രീള ലോലയായി നിന്നു താര കന്യകൾ നടുവിൽ. പൂങ്കവിളിൽ കുങ്കുമം പുരട്ടി ഭംഗി കൂട്ടി തിങ്കളെ ഒരുക്കി നിർത്തി അങ്കനകൾ വേഗം. ഒപ്പന പാട്ടുകളിരടികളും മുഴക്കി ദഫ് മുട്ടി പാടി മൈലാഞ്ചി പുരട്ടി ചേലിൽ. നീലവാർ മൂടിച്ചുരുളിൽ മുല്ലമാല ചാർത്തി താമര കണ്ണാളയണിയിച്ചൊരുക്കി മോദാൽ. നാണമാൽ തൂടുത്ത മുഖം മക്കനയാൽ മൂടി താണിരുന്ന പെണ്ണിനെ കൺപീലികൾ ഇറുക്കി. പാളി നോക്കി ചൊല്ലി താര പെൺകൊടികൾ ഒന്നേ ചെത്തുമിപ്പോൾ മാരൻ അതിസുന്ദരൻ കറുമ്പൻ.
അപ്പൊ ടീച്ചറുടെ ഒരു പുതിയ പുസ്തകം വരികയാണ് എന്ന് കേട്ടു. എന്താണ് അതിന്റെ പേര്? ഒരു മാനവീയ സന്ധ്യ. മാനവീയ സന്ധ്യ. അപ്പൊ അതിലിങ്ങനെ കുറെ ഞാനിങ്ങനെ ജസ്റ്റ് അതിന്റെ ഒരു ഇത് നോക്കണ്ടായി. ഇപ്പൊ ചൊവ്വായ പാഠങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട്, അതേപോലെ തന്നെ അനൽ ഹക്ക് എന്ന് പറഞ്ഞിട്ടുള്ള കവിതയുണ്ട്, അതുപോലെ അള്ളാഹു എന്ന പഞ്ചാക്ഷരി. അപ്പൊ എന്താണ് ഇപ്പൊ അള്ളാഹു എന്ന പഞ്ചാക്ഷരി, എന്താണ് അത് ഉദ്ദേശിക്കുന്നത്? അള്ളാഹു എന്ന പഞ്ചാക്ഷരി എന്ന് പറയുമ്പോൾ അള്ളാഹു എന്നതിൽ 5 അക്ഷരങ്ങളുണ്ട്. അപ്പോൾ അതിൽ ശരിക്കും നമ്മൾ പറയാച്ച അള്ളാഹു പറയുമ്പോൾ അള്ളാഹു എന്ന് പറയുന്ന 4 അക്ഷരമേ ഉള്ളൂ എന്ന് ആൾക്കാർ പറയാം. പക്ഷെ ശരിക്കും അതിന് 5 അക്ഷരമുണ്ട്. ഒരു അലിഫ്, അത് ദൈവത്തിന്റെ ഏകത്വത്തെ കാണിക്കുന്നു. രണ്ടാമതൊരു ലാമ്, പിന്നെ ഒരു ലാമ്, പിന്നെ ഒരു അലിഫ്, പിന്നെ ഹു. ആ ഹു എന്നത് അവൻ എന്നാണ് അർത്ഥം. അലിഫ് എന്നത് അവന്റെ ഏകത്വം. ലാം എന്നത് ദിവ്യധിഷണ, നമ്മളിലേക്ക് അല്ലെങ്കിൽ നബിയിലേക്ക് അല്ലെങ്കിൽ മനുഷ്യനിലേക്ക് ദിവ്യജ്ഞാനം ഇറക്കി വിടുന്നത്. അതിനുശേഷം പിന്നെ ലാമ് നബിയാണ് അത് സൂചിപ്പിക്കുന്നത്. ആദ്യത്തെ ലാമ് ജിബ്രീലിനെ, രണ്ടാമത്തെ ലാമ് നബിയെയും സൂചിപ്പിക്കുന്നു. പക്ഷെ അത് മനുഷ്യൻ എന്ന തലത്തിൽ തന്നെ ദിവ്യാനുഗ്രഹം കിട്ടിയ ദിവ്യാനുഗ്രഹമുള്ള ദിവ്യാനുഗ്രഹം മനുഷ്യനിലേക്ക് പ്രവഹിപ്പിക്കുന്ന രണ്ടാമത്തെ ലാമും മൂന്നാമത്തെ ലാമും മനുഷ്യൻ. പിന്നെ അവിടെ ഒരു അലിഫുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഹു, അവനിലേക്ക് ചൂണ്ടുന്നു. അപ്പൊ ദൈവത്തിലേക്ക് ചൂണ്ടുന്ന ഹിന്ദുക്കളൊക്കെ നമശിവായ എന്ന് പറയുമ്പോൾ തന്നെ അള്ളാഹു എന്നതിലെ ഒരു വലിയ പൊരുൾ അടക്കി വെച്ചിട്ടുണ്ട്. വെറുതെ അള്ളാഹു എന്ന് പറയുന്നതല്ല, അതിലൊരുപാട് നാമങ്ങളുടെ വിശേഷണങ്ങളും എല്ലാം ഒതുങ്ങിയ ഒരു പരമസത്തയുടെ പരമഗുപ്തിയുടെ ഒരു സിമ്പലാണ് ഈ അള്ളാഹു. അതാണ് അതിന്റെ അർത്ഥം. അപ്പൊ അതിൽ ഞാൻ പറയുന്നുണ്ട്, ഞാൻ രാത്രിയിൽ പകലിനെ കയറ്റിയിട്ട് പ്രഭാതത്തിൽ അണയുന്ന ആ പഞ്ചാക്ഷരിയിൽ കയറിയിട്ട് ഞാൻ ലോകം ചുറ്റുകയാണ് ഇപ്പോൾ എന്ന്. അതായത് ഈശ്വരജ്ഞാനത്തിൽ ഞാനിന്ന് ഇവിടെ നിൽക്കുന്നത് തന്നെ ദൈവികമായ കുറച്ച് അറിവ് കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ എനിക്ക് കഴിയില്ല, ഞാനൊരു പൂജ്യം പോലും ആകില്ലായിരുന്നു. അതിൻ്റെ ഒരു കവിതയിൽ നിങ്ങൾക്ക് കാണാം. ഇതൊക്കെ തന്ന് കിട്ടിയില്ലായിരുന്നെങ്കിൽ ഞാനൊരു കേവലമായ പൂജ്യത്തിൽ ഒതുങ്ങുമായിരുന്നില്ലേ എന്നതിൽ തന്നെ ഞാൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വാക്കുപോലും ഇല്ലാത്തൊരു പൂജ്യമാണ് എന്ന് ഞാൻ എപ്പോഴും സമ്മതിക്കുന്നു. ഞാൻ ഒന്നുമല്ല. പക്ഷെ എന്തോ ദൈവം എനിക്ക് ഈ അക്ഷരം തന്നിട്ട് എന്നെ അവിടെ അങ്ങനെ പിടിച്ചു നിൽക്കാനൊരു ഊന്ന് തന്നു എന്ന് എനിക്ക് പറയാനുള്ളൂ. അതങ്ങനെ. അതേപോലെ തന്നെ ഇപ്പൊ നമ്മളെ നമ്മളായി തീർക്കുന്ന നന്മകളൊക്കെ അതൊരു അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് ഒരു മാനവീയ സന്ധ്യ നടത്തിയാണ്. അതിന്റെ ഒരു ജാഥ പോകുമ്പോൾ എന്റെ മനസ്സിലേക്ക് ഊർന്നു വന്ന വാക്കുകളാണത്. നമ്മളെ നമ്മളായി തീർത്തിരുന്ന നന്മകളൊക്കെയും ആരു കട്ടു, നമ്മളിൽ നിന്നന്യമായിരുന്ന തിന്മ തൻ വിത്തുകളാരു നട്ടു. നമ്മൾക്കു നമ്മുടേതെന്നു ചൊല്ലാൻ ഒന്നുമില്ലാത്തൊരവസ്ഥയെത്തി, എന്നിട്ടും നമ്മൾ അഹങ്കരിപ്പൂ, നന്മ തൻ വക്താക്കളെന്നുരപ്പൂ. നമ്മളിൽ നന്മകളൊന്നുമില്ല, നമ്മളിന്നാരാണു നമ്മളല്ല, നമ്മൾക്കു നഷ്ടമായി തീർന്നതെന്തോ നമ്മളെ തന്നെ എന്നോർമ്മയില്ല. പിന്നെ അത് തന്നെ പറയുന്നുണ്ട്, കോളറ ബാധിച്ചവശനായോൻ കോണകം നന്നായി മുറുക്കിടുവാൻ കൽപ്പിച്ചിടും മുറി വൈദ്യനെപ്പോൾ ജൽപ്പിച്ചിടുന്നു നാം വിഡ്ഢിവാക്യം. നമ്മൾ ഈ നാട്ടിലെ ചുതിയെക്കുറിച്ച് എപ്പോഴും ഇങ്ങനെ എപ്പോഴും അതിന് സംവാദവും ചർച്ചകളും പരിഹാരം തേടലും ഒക്കെ ചെയ്യുന്നു. എന്നിട്ട് അതിനുവേണ്ടി പദ്ധതികൾ ആവിഷ്കരിക്കുകയും ചെയ്യുമ്പോൾ വൈദ്യര് കോണകം മുറുക്കാൻ പറഞ്ഞ പോലെ തന്നെയാണ് അതെന്ന്. അപ്പോൾ അതില് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ജാതി മതം ഒരു കക്ഷിയെ നോക്കാതെ നമ്മൾ നമ്മുടെ സത്യത്തിന്റെ വഴിയിൽ കൂടെ നീങ്ങുകയാണെങ്കിൽ ജാതി മതങ്ങൾക്കതീതരായി മറന്നുപോയി മനുഷ്യമൂല്യമുയർത്തി നിർത്തി ജൈത്രയാത്രയ്ക്കായൊരുങ്ങുകിലോ ജേതാക്കളായിടും നമ്മൾ നൂനം. നമ്മളിൽ നിന്ന് ഈ മാനവീയ സന്ധ്യ നടത്തുമ്പോഴും നമ്മളിൽ നിന്ന് മനുഷ്യത്വം കൊഴിഞ്ഞു പോവുകയാണ്. ആ ഒരൊറ്റ കാര്യം അത് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ
ഈ മാനവീയ സന്ധ്യകളും മാനവീയ പ്രഭാതങ്ങളൊക്കെ നടത്താം. നമ്മൾ മനുഷ്യനായി തീരലാണ് ഏറ്റവും ആവശ്യം എന്ന് അത് കൂടെ ഞാൻ അങ്ങ് എഴുതി എൻ്റെ കവിതയുടെ അർത്ഥം. അതേപോലെ തന്നെ ഇപ്പോൾ ടീച്ചറുടെ കവിതകളിൽ ഒരുപാട് ഇപ്പൊ നമ്മുടെ ഈ നാട്ടിലെ മൂല്യച്യുതി അതിനെയൊക്കെ കുറിച്ച് വല്ലാതെ വേവലാതി പറഞ്ഞ പോലെ ഇതുണ്ട്. അപ്പോൾ ആ വേവലാതി തന്നെ അതിൽ തന്നെ ഇപ്പോ നമുക്ക് അതിലൊരു ശുഭപ്രതീക്ഷ ഉണ്ടോ എന്ന് വെച്ചാൽ ഇതൊക്കെ ശരിയാവും എന്നുള്ളൊരു പ്രതീക്ഷ കവി എന്നുള്ള നിലയ്ക്കുണ്ടോ? ഇത് നമ്മൾക്ക് ഈ എന്തായാലും ഏത് ചുതിക്കും പ്രധാനമായിട്ട് പരിഹാരം വേറൊന്നുമല്ല, അവനവൻ ആരാണെന്ന് അറിയലാണ്. ആത്മബോധം അല്ലെങ്കിൽ ആത്മജ്ഞാനം നേടുന്നത് വരെ മനുഷ്യനാവാൻ കഴിയില്ല. ഇന്നത്തെ ഈ പുതിയ നമ്മുടെ കുട്ടികൾക്ക് മനുഷ്യത്വം എന്നത് ഒന്നും ഇല്ലാതായിരിക്കും. ഈ കുറ്റമല്ല, അവർ ആരെയും ആദരിക്കാൻ പഠിക്കുന്നില്ല. ആദരിക്കാത്തവന് ഒരിക്കലും ആദരവ് കിട്ടൂല. അപ്പൊ കുട്ടികൾ ഇന്ന് അമ്മേ ഇങ്ങോട്ട് വാ, അച്ഛ നോക്ക്, ചേച്ചി പോ എന്ന് പറയുന്ന ആ ഒരു അനാദരവിന്റെ വിളിയും ഇതും ഇന്ന് ഒരു കുട്ടി അമ്മേ വരൂ അല്ലെങ്കിൽ അമ്മേ വരിൻ എന്ന് പറയുന്നില്ല. അത് തന്നെയാണ് നമുക്കുള്ള ച്യുതി. അപ്പൊ നമുക്ക് മറ്റാളെ ആദരിക്കണമെങ്കിൽ നമ്മൾ ആരാന്ന് അറിയണം. ഈശ്വര ബോധം, നമ്മൾ ആത്മാവിനെ കുറിച്ച് നമുക്ക് ബോധം ഉണ്ടാകുന്നവരെ ഈ ആത്മജ്ഞാനം കൊടുക്കാത്തടത്തോളം കാലം വിദ്യാഭ്യാസവും കാര്യമില്ല, ഒന്നുകൊണ്ടും കാര്യമില്ല. ഇവിടുത്തെ എല്ലാ പുരോഗമന പ്രസ്ഥാനങ്ങൾക്കും ച്യുതിയേ വരുള്ളൂ. കാരണം ഇത് പണ്ടൊക്കെ ആൾക്കാർക്ക് ഒരു ബോധമുണ്ട്, ഞാൻ ആരാന്ന്, ദൈവത്തെക്കുറിച്ച് ഒരു ഇന്ന് അതില്ല. ദൈവം ഒരു ഫാഷനാണ്. കറുത്ത വസ്ത്രം ഇട്ട് മലയ്ക്ക് പോകുമ്പോഴും വെള്ളിയാഴ്ച പള്ളിയിലേക്ക് പോകുമ്പോഴൊക്കെ അതൊരു ഫാഷനായിട്ടേ കാണുന്നുള്ളൂ. അതിൻ്റെ ഉള്ളിൽ തട്ടിയ ഒരു ദൈവബോധം അല്ലെങ്കിൽ ആത്മബോധം അതില്ലാതെ പോയി. അതുണ്ടാക്കാൻ കഴിയുന്ന വിദ്യാഭ്യാസമാണ് ഇവിടെ വേണ്ടത്. അതിന് ഇവിടെ അതിനുള്ള പാഠങ്ങളും പണ്ടൊക്കെ മഹാത്മാഗാന്ധി എനിക്കൊക്കെ ഒരു പെൻസിൽ കാണാനില്ലാതെ ഗാന്ധി ആ വേവലാതി പിടിച്ച് തെരഞ്ഞതും ഞാൻ വലിയൊരു പെൻസില് കൂടുള്ള ആള് എടുത്തു കൊടുത്ത് വേയ്ക്ക് വേണ്ട ഇതെനിക്ക് അന്നെ കിട്ടണം പറഞ്ഞു തരുമ്പോൾ ഒരു കുറ്റി പെൻസിലാണ് ചെറുത്. ആ ഇതിനങ്ങനെ തെരഞ്ഞു വെച്ചപ്പോ അയ്യോ അത് നഷ്ടപ്പെടാൻ പറ്റില്ല, ഇതെനിക്കൊരു ചെറിയ കുട്ടി എത്രയോ സ്നേഹത്തോടെ തന്നതാണ് എന്ന് ഗാന്ധി പറഞ്ഞു. അതെന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ട്. എന്റെ കുട്ടികളൊക്കെ എനിക്ക് അത്രയും അവർ തന്ന ഒരു കടലാസ് തൊണ്ട് പോലും എനിക്ക് വിലയുള്ളതാണ്. നമുക്കിന്ന് അതൊന്നും ഒരു വിലയല്ല. മഹാത്മാഗാന്ധി ആ മൂലക്കിലിരിക്കണ പ്രതിമയല്ലേ എന്ന് ചോദിക്കുന്നവരെ നമ്മൾ ഇല്ലാതായി പോയിരിക്കണം. നമ്മുടെ കുട്ടികളും അതിന് കാരണക്കാർ നമ്മൾ തന്നെയാണ്. അത്രയും എനിക്ക് പറയാനുള്ളൂ. ഈ DPP SSC ഒക്കെ ഉദ്ദേശിക്കുന്നത് എവിടെയോ അവനവനെ അറിയുന്ന ഒരു തലത്തിലേക്ക് ഈ കുട്ടിയുടെ വിദ്യാഭ്യാസത്തെ കൊണ്ടുപോകണമെന്ന്. പക്ഷെ അതെങ്ങനെ അറിയണമെന്ന് ആ വഴി ശരിയല്ല. ലക്ഷ്യം ശരിയായിരിക്കാം, പക്ഷെ അതിലേക്കുള്ള വഴി ആത്മബോധത്തിലേക്ക് കൊണ്ടുവരുന്ന ഇതുമാതിരിയുള്ള ചെറിയ ചെറിയ കഥകൾ, അനുഭവങ്ങൾ അതൊക്കെ കുട്ടിയെ ഇരുത്തി ചിന്തിപ്പിക്കും. ഒരു ചെന്നായ ആട്ടുകുട്ടിയോട് വെള്ളം കുടിക്കുമ്പോൾ നീ അല്ലെങ്കിൽ നിന്റെ തന്താന്ന് പറഞ്ഞിട്ട് വെള്ളം കുടിച്ചതൊക്കെ പറയുമ്പോൾ അതിലൊരു അക്രമത്തിന്റെ ഭാവമുണ്ടെന്ന് കുട്ടി മനസ്സിലാക്കുന്നു. ഇപ്പൊ എല്ലാവർക്കും മാതൃക ഈ TV-യിലെ സീരിയലിലെ കഥാപാത്രങ്ങളാണ്. അതിൽ ഒരു 5 വയസ്സായ കുട്ടി 50 വയസ്സായതിലപ്പുറമുള്ള വർത്തമാനവും ആക്ഷനൊക്കെയാണ് ആ കുട്ടിയുടെ. അത് കണ്ടുപിടിക്കുന്ന ഓരോ കുട്ടിയും ബാല്യം നഷ്ടപ്പെട്ട വാർദ്ധക്യത്തിലേക്ക് പോവുകയാണ്. അവർ വലിയ വലിയ കാര്യങ്ങളാണ് പറയുന്നതൊക്കെ, ചെറിയ കാര്യങ്ങൾക്ക് അവർക്ക് അറിയില്ല. പണ്ടൊക്കെ ഒരു കുട്ടി ചിരിച്ചാലും വല്ലതും പറഞ്ഞാലും ഒക്കെ അതിൽ ഒരുപാട് നന്മകളുണ്ടായിരുന്നു. അത് കാണുന്നവർക്ക് ദുഃഖമൊക്കെ മറന്നിട്ട് നമുക്കൊരു നൈസർഗികതയിൽ നമ്മളും ലയിച്ച് ചേരുമായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒരു 5 വയസ്സായ കുട്ടി പറയുന്നത് മുഴുവൻ 60 വയസ്സായ 90 വയസ്സായ ആൾക്കാരുടെ കാര്യങ്ങളാണ്. ആ മുഖത്തെ ഭാവങ്ങളും അത് തന്നെയാണ്. ആ കുട്ടിയിലെ ലാളിത്യം കളഞ്ഞത് ആ ആത്മബോധമില്ലായ്കയാണ്. അത് അമ്മയും അച്ഛനും പകർന്നു കൊടുത്തില്ല. പിന്നെ ഇപ്പം ആര് കൊടുത്തിട്ടാണ്? അമ്മയും അച്ഛനും ശരീരം വളർത്തുകയും ഗുരു ആത്മാവിനെ വളർത്തുകയും ചെയ്യുമ്പോൾ ഈ ഒരറിവിലേക്ക് എത്തിക്കേണ്ടതാണ്. അതാണ് ഇന്നത്തെ മൂല്യ തകർച്ചയ്ക്ക് പ്രധാന കാരണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ ഇതിലിപ്പോ ഞാൻ ആ പുസ്തകത്തിൽ ഇങ്ങനെ പ്രത്യാശ എന്ന് പറഞ്ഞൊരു കവിത വായിച്ചു. നമ്മളിങ്ങനെ നിത്യവും പത്രം തുറന്ന വേദനിപ്പിക്കുന്ന വാർത്തകളാണ്.
അപ്പൊ അത് അതിന്റെ ഒന്നിങ്ങനെ ചൊല്ലി. അത് ഞാൻ എഴുതിയിട്ട് കുറച്ച് കാലമായിരുന്നു. പക്ഷെ അന്ന് ഞാൻ അത് എഴുതിയ സമയത്ത് അന്നത്തെ ഒരു ബഷീർ മാഷുണ്ട് മണ്ണാർക്കാട്, DD ആയിട്ട് റിട്ടയർ ചെയ്ത ആളാണ്, പ്രകൃതി ജീവനത്തിന്റെ വലിയ തലതൊട്ടപ്പനൊക്കെയാണ്. അദ്ദേഹം എന്നെ ചീത്ത പറഞ്ഞു, ഇങ്ങനെ ഒന്നും എഴുതാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട്. അത് എഴുതിയത് എന്താ ചോദിച്ചാ, ഇന്നലെ അമ്മയെ ഭോഗിച്ച നീ ഇന്ന് പെങ്ങളെ ഭോഗിച്ചിടുന്നു, നാളെ യുഷസിൽ നീ സ്വന്തം മകളെയും പ്രാപിച്ചിടും ശങ്കയില്ല എന്നാണ്. സ്ത്രീ കേവലം ഭോഗവസ്തുവല്ല, ക്ഷിതി ത്രാണനം ചെയ്തിടും ശക്തി, ജീവൽ പ്രകാശനം ഇദ്ധരക്കേകാൻ സ്വയം ഭൂവെടുത്തൊരു യുക്തി, നൽക നീ സ്ത്രീക്കു നിറമാന്യത നിന്നെ നീയാക്കി മാറ്റിയ തന്വി, നൽക നീ ആദരം സർവാംഗനയ്ക്കും വിളങ്ങിടും മഞ്ഞിൽ നീ മുന്നിൽ. ഈ സമൂഹത്തോട് പറയാനുള്ളതും എനിക്കിത് അത് തന്നെയാണ്. നമ്മള് മനുവിന്റെ ആദ്യത്തെ ഒരു ശ്ലോകത്തിന്റെ വരികളൊക്കെ മറന്നിട്ട് അവസാനം ന സ്ത്രീ സ്വാതന്ത്ര്യമർഹതി എന്ന് പറയുന്നു. അതിന്റെ മുന്നിലുള്ള വരികള് എത്ര നാര്യസ്തു പൂജ്യന്തേ രമന്തേ തത്ര ദേവത എന്നാണ്. എവിടെ സ്ത്രീ ആദരിക്കപ്പെടുന്നുവോ അവിടെ ദൈവം സന്തോഷിക്കുന്നു, എവിടെ സ്ത്രീ അനാദരിക്കപ്പെടുന്നുവോ അവിടെ ദൈവം കോപിക്കുകയും ചെയ്യുന്നു എന്നാണ് അതിന്റെ സത്ത. അതൊന്നും ഇതാകാത്ത സ്ത്രീയെ കുട്ടിയാവുമ്പോ അച്ഛൻ നോക്കണു, പിന്നെ കുറച്ച് വലുതാവുമ്പോ സഹോദരൻ നോക്കണു, പിന്നെ ഭർത്താവ് നോക്കണു. അതുകൊണ്ട് അവർക്ക് സ്വാതന്ത്ര്യം, ഈ സ്വാതന്ത്ര്യം എന്നതിന്റെ അർത്ഥം തെറ്റായി ധരിച്ചു പോയി. സ്വാതന്ത്ര്യം എന്നത് അവനവനറിയൽ തന്നെയാണ്. അപ്പൊ ഇവൾക്ക് എവിടെയും ഒരു അസ്വാതന്ത്ര്യത്തിന്റെ അവസ്ഥ ഇല്ല. അപ്പൊ സ്ത്രീ എന്നത് പരിപൂർണമായും സംരക്ഷിക്കപ്പെടേണ്ട, അവൾ ആ അറിവിന്റെ തലത്തിൽ തന്നെ അമർന്നു നിൽക്കുന്ന സ്ത്രീയാണ്. കാരണം എന്താ ചോദിച്ചാൽ, ജലാലുദ്ദീൻ റൂമി പറഞ്ഞ പോലെ സ്ത്രീ ഈ ദൈവം എന്ന് പറയുന്ന, അല്ലെങ്കിൽ ജീസസ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ അള്ളാഹു എന്ന് പറയുന്ന ആ മഹത് ശക്തി, ഈ പ്രകൃതി വിശ്വപ്രകൃതി, ആ സ്ത്രീയില് അതിന്റെ സർഗാത്മകത മുഴുവൻ ഊറ്റിയിറക്കിയിട്ടുണ്ട്. എൻ്റെ ഒരു കവിതയിലുണ്ട്, അമ്മയെ കുറിച്ച് ഞാൻ എഴുതിയാല് വൈശിഷ്ട്യം അത്രയും വിശ്വശില്പി ഊതിക്കയറ്റിയതോയാക്ഷരത്തിൽ, വീണയിൽ ജീവരാഗങ്ങൾ കണ്ണി പൊട്ടാതെ കാക്കാൻ നിയുക്തയാക്കിയെന്ന്. അതായത് സ്ത്രീ എന്നത് ഈ പ്രപഞ്ചത്തെ നിലനിർത്തുന്ന ജീവന്റെ കണ്ണി അവളിൽ തന്നെയാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, പുരുഷൻ പുരുഷനായില്ലെങ്കിൽ സ്ത്രീ പുരുഷനാകും. ആ സ്ത്രീ കുറച്ച് കഴിയുമ്പോൾ ആണും പെണ്ണും കെട്ടവളാവും. കുറച്ച് കഴിയുമ്പോൾ അവള് ഒന്നിലെ ഭ്രാന്തിയാവും, അല്ലെങ്കിൽ നിഷേധിയാവും, അല്ലെങ്കിൽ ധിക്കാരിയാവും. അവളെ പുരുഷനാണ് പരിപാലിക്കേണ്ടത്. ആ പുരുഷൻ എന്ന ഞെടിയിൽ അവൾക്ക് കയറാൻ പറ്റിയില്ലെങ്കിൽ അത് വീണ് അടിഞ്ഞു പോവും, ആ കുടുംബവും തകരും. അപ്പൊ ടീച്ചർ അങ്ങനെ നല്ല നല്ല മാപ്പിളപ്പാട്ടുകളൊക്കെ പാടും. ഇപ്പോ ബദർപാട്ട് മഹാകവി മോയിൻകുട്ടി വൈദ്യർ അങ്ങനത്തെ ഒക്കെ ഒരുപാട് പാടി കേട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതുകൂടി കേൾക്കാൻ ഒരവസരം ലഭിക്കട്ടെ എന്ന് കരുതി ടീച്ചറിന്റെ അടുത്ത് അതിനുവേണ്ടി കൂടി അഭ്യർത്ഥിക്കുകയാണ്. ഇതുപോലെ പാടാനൊന്നും വയ്യ, എന്നാലും ഞാൻ നോക്കട്ടെ. പാടിക്കോളൂ. എത്തിത്തുടൻ കടുകൊടുമയിലെ അവരിരുവരും പൊരുതാനേ, ഹരഹര യഗത്തിനാലിറെ പൊലി അവനോട് കടു കുറയാതെ നിലയാനേ. എതിത്തുടൻ കടുകൊടുമയിലെ അവരിരുവരും പൊരുതാനേ, ഹരഹര യഗത്തിനാലിറെ പൊലി അവനോട് കടു കുറയാതെ നിലയാനേ. നിലക്കല്ലാലവ തിരക്കല്ലാലവനൊഴിക്കലായി കയ്യിൽ പകത്തിലെ നടയിരിവരി പിന്നീട് നടുവിലെ വരവായി ചമറ് ചൊടിയായി കരുടൻ അസുവതുടെ ഇരുനവ കടകങ്ങളും മുറിയായി. എതിർത്തുടൻ കടുകൊടുമയിലെ അവരിരുവരും പൊരുതാനേ, ഹരഹര യഗത്തിനാലിറെ പുലി അവനോട് കടു കുറയാതെ നിലയാനേ. മദത്തിൽ ഹംസതൻ അസുവതിലെ ഒരു സുഅലത് മൊളിയാനേ, അറിയട മഹത്വവും പകബഹു ഇസ്ലാമിൽ അധികം ചെയ്തവൻ നീനേ. മദത്തിൽ ഹംസതൻ അസുവതിലെ ഒരു സുഅലത് മൊളിയാനേ, അറിയട മഹത്വവും പകബഹു ഇസ്ലാമിൽ അധികം ചെയ്തവൻ നീനേ. നിനക്ക് എന്തനില്ലാതു കുടൻ ബദലെടുപ്പോനെന്തനും കുടിത്തോ 50 മതിജിവ പേശി വെട്ടി അവനുടെ ഇരുചുമലിടയിൽ പറ്റി.
മഷഹൂർ ഷുജാത്തുള്ളോ നസ്വത് വിണങ്കിരു പൊള്ളിയുടൻ കടുകൊടുമയിലെ അവരിരുവരും പൊരുതാനേ ഹരഹര ഏകത്തിനാലിറെ പുലി അവനോട് കടു കുറയാതെ നിലയാനേ. ഇനി വരികൾക്ക് ഓർമ്മയില്ല. ആയിക്കോട്ടെ. അപ്പോ ഏതായാലും ഇനിയും ഒരുപാട് കാര്യങ്ങൾ ടീച്ചറുടെ കാര്യങ്ങൾ നാട്ടിലും ബാക്കിയുള്ളവർക്കൊക്കെ അറിയാൻ താല്പര്യമുണ്ട്. പക്ഷെ എന്താ വെച്ചാൽ നമുക്ക് സമയം വളരെ ചുരുക്കമായതുകൊണ്ടും പിന്നെ അതേപോലെ തന്നെ ഇങ്ങനത്തെ ഒരു പരിപാടിക്ക് ടീച്ചർ വന്നതും ഞങ്ങളായിട്ട് സഹകരിച്ചതും ഒക്കെ അതിലൊക്കെ വളരെ നന്ദിയുണ്ട്. അതുപോലെ തന്നെ ടീച്ചർക്ക് ഇനിയും കൂടുതൽ കവിതകൾ എഴുതാനും അതുപോലെ നാട്ടിൽ കുറെ കൂടി ടീച്ചറുടെ പാട്ടുകൾ കേൾക്കണം. ടീച്ചറുടെ പാട്ടുകൾ കേൾക്കാത്ത നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങൾ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരവസ്ഥയിലേക്ക് എത്തട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. എനിക്ക് ഇനി അവസരം തന്ന നിങ്ങളോട് എനിക്ക് വളരെയധികം കടപ്പാടും ദൈവത്തിനോടും ഞാൻ നന്ദി പറയുന്നു.